വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായതോടെ അത് ദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധയാകർഷിച്ചതാണ്. അവിടെ ഉയർന്നു വന്ന ചോദ്യം, പ്രിയങ്ക ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ ഭൂരിപക്ഷം എത്രയായിരിക്കും? ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി നേടിയ 2 തവണ നേടിയ ഭൂരിപക്ഷത്തെ മറികടക്കുമോ, അതോ ഭൂരിപക്ഷം കുറഞ്ഞു പോകുമോ? ഇതായിരുന്നു ഒരു ചോദ്യം. അപ്പോൾ ഒരു തരത്തിൽ രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഭൂരിപക്ഷത്തെ ചൊല്ലി ആര് ജയിക്കും, ആര് നേടും എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചു, രാഹുൽ ഗാന്ധിയും ജയിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതിന് കാരണമായിട്ട് പറഞ്ഞ് 2024 തൊട്ട് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം 3,64,000 ആയിരുന്നു. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഇത്തവണ മത്സരിച്ചപ്പോൾ 4,04,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഏതാണ്ട് 40,000 വോട്ട് രാഹുൽ ഗാന്ധിക്ക് ഈ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് പോളിംഗ് ശതമാനം കുറഞ്ഞു പോയിട്ട് പോലും 40,000 വോട്ട് കൂടുതൽ ലഭിച്ചു എന്നുള്ളത് കോൺഗ്രസ് ക്യാമ്പിന് പ്രിയങ്ക ഗാന്ധിക്കൊക്കെ ചെയ്യാവുന്ന നേട്ടമാണ്. പക്ഷേ 2019 രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ അന്നത്തെ ഭൂരിപക്ഷം 4,31,000 ആയിരുന്നു. പ്രിയങ്കയ്ക്ക് കിട്ടിയത് 4,04,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 26,000 വോട്ട് കുറഞ്ഞു 2019 രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിൻ്റെ ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു വിജയം അവകാശപ്പെടാം. അപ്പോൾ സഹോദരനും സഹോദരിയും ഭൂരിപക്ഷത്തെ ചൊല്ലിയുള്ള ഒരു മത്സരം, ഫ്രണ്ട്ലി മാച്ച്, സൗഹൃദ മത്സരത്തിൽ രാഹുലും ജയിച്ചു, പ്രിയങ്കയും ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല. കാരണം ഇതൊരു പൊതു തെരഞ്ഞെടുപ്പല്ല, ബൈ ഇലക്ഷനാണ്. വയനാട് കോൺഗ്രസിൻ്റെ പൊന്നാപുരം കോട്ടയാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ജയിക്കുമെന്നറിയാം. അതുകൊണ്ട് പ്രത്യേക പ്രസക്തിയൊന്നും പറയാനില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് എത്രയോ കാലമായി കേൾക്കുന്നു. ഇതാദ്യമായിട്ടാണ് പാർലമെൻ്ററി ആയിട്ടുള്ള ഒരു ജനാധിപത്യത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുന്നത്. അവരിതാ ലോക്സഭയിലേക്ക് വരുന്നു. രാഹുൽ ഗാന്ധിയോടൊപ്പം, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയോടൊപ്പം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് ഇലക്ഷൻ കാലത്തും അല്ലാതെയുമുള്ളൊരു പ്രചരണം, ഇന്ദിരാഗാന്ധിയെ അനുസ്മരിപ്പിക്കുന്ന ഹെയർ സ്റ്റൈലും മാനറിസവും അവരുടെ ചിരിയും അവരുടെ അംഗവിക്ഷേപങ്ങളൊക്കെ ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി ഇന്ദിരാഗാന്ധിയെ അനുസ്മരിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരും നാളുകളിൽ കൂടുതൽ ചർച്ചയാവാൻ പോകുന്നത്. കാരണം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ലോക്സഭയിൽ അവിടെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ വലിയ ശബ്ദമായിട്ട് വരാൻ പോകുന്നു പ്രിയങ്ക ഗാന്ധി. അതുതന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അവിടെ CPM-നും അല്ലെങ്കിൽ അവിടുത്തെ ഇടതുമുന്നണിക്കും ഒപ്പം തന്നെ അവിടെ പ്രതികരിച്ച് മത്സരിച്ച BJP-യുടെ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിനും വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ആനി രാജ CPI-യുടെ ഉന്നതയായിട്ടുള്ള നേതാവ് മത്സരിച്ചപ്പോൾ അവർക്ക് 2,83,000 വോട്ട് ലഭിച്ചിരുന്നു. പക്ഷേ സത്യൻ മൊകേരി CPI-യുടെ സ്ഥാനാർത്ഥിയായി, ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 2,07,000 കുറഞ്ഞു. ഏതാണ്ട് 76,000 വോട്ട് കുറഞ്ഞിരിക്കുന്നു. BJP-യുടെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ലഭിച്ച 1,41,000 വോട്ട് 1,07,000 ഇത്രയായിട്ട് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ 26,000 വോട്ട് BJP-ക്കും പോയി. ഈ വോട്ടുകളാണ് ഒരുപക്ഷെ കൂടുതൽ ഭൂരിപക്ഷം നേടാനായിട്ട് പ്രിയങ്ക ഗാന്ധിയെ സഹായിച്ചത്. ഒരുപക്ഷെ ഭൂരിപക്ഷം ഇനിയും കൂടുമായിരുന്നു. പക്ഷേ ഇത്തവണത്തെ പോളിംഗ് ശതമാനം 7-8% കുറഞ്ഞു പോയതുകൊണ്ടാണ് ഈ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിക്ക് പോകാൻ പറ്റാതിരുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് തെരഞ്ഞെടുപ്പ് വന്നതിൻ്റെ ഒരു മടുപ്പ് വോട്ടർമാർക്കിടയിൽ ഉണ്ടായി കാണണം. പിന്നെ വയനാട്ടിലെ ദുരന്തവും മറ്റു കാര്യങ്ങളൊക്കെ സമ്മാനിച്ച ഒരു അവസ്ഥയും കൂടിയുണ്ട്. അതൊക്കെ കൂടിയായിരിക്കണം ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും വയനാടിലെ പ്രിയങ്ക ഗാന്ധിയുടെ തിളക്കമാർന്ന വിജയം കേരളത്തിലെ കോൺഗ്രസ്സിന് ഊർജം പകരുന്നതാണ്. വയനാട്ടിൽ മാത്രമല്ല, മലബാറിൽ, കേരളത്തിലൊട്ടാകെ വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടും. എന്ന് മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കേരള നേതാക്കൾ സാധാരണ രാഹുൽ ഗാന്ധിയുമായിട്ട് സംസാരിച്ച് നടക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് കൂടുതൽ സേ വരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹിമാചൽ പ്രദേശിൽ പ്രിയങ്ക ഗാന്ധിക്ക് വസതിയുണ്ട്.
അവിടെ തന്നെയാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഡൽഹിയിൽ അന്തരീക്ഷം പ്രശ്നമാവുമ്പോൾ അല്ലെങ്കിൽ മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സോണിയാഗാന്ധി വിശ്രമിക്കാൻ പോകുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി സ്വാധീനം ചെലുത്തി തുടങ്ങിയിരിക്കുന്നു. അവിടുത്തെ പല തീരുമാനങ്ങളും പ്രിയങ്ക അറിഞ്ഞേ എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രിയങ്കയുടെ കൂടി അല്ലെങ്കിൽ പ്രിയങ്ക ഇവിടുത്തെ കേരളത്തിലെ MP എന്ന നിലയിൽ അവർ കൂടുതൽ കേരളത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമാവാൻ പോകുന്നത്. അവിടെ പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി വടക്കേ ഇന്ത്യയിൽ വിട്ടുകൊണ്ട് സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്നു. റായ്ബറേലി തിരഞ്ഞെടുത്ത രാഹുൽ ഗാന്ധി കുറച്ചുകൂടി വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലായിരിക്കും കേന്ദ്രീകരിക്കുക. നേരത്തെ UPയുടെ ഉത്തർപ്രദേശിൻ്റെ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിരുന്നു എന്ന നിലയിൽ അവർ UPയുടെ കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് അതിന് ഉത്തരവാദിത്തമുള്ള നേതാവ് എന്ന നിലയിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്കും ദക്ഷിണേന്ത്യയിലേക്കും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ പോകുന്നു എന്നാണ് ബോധ്യമാവുന്നത്. ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ പോളിംഗിൽ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ പറഞ്ഞതിനേക്കാൾ വലിയ തോൽവിയാണ് കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് മാത്രമല്ല, കോൺഗ്രസും ഉദ്ധവ് താക്കറെയും ശരത് പവാറും അടങ്ങുന്ന പ്രതിപക്ഷ മുന്നണി ശരിക്കും പറഞ്ഞാൽ തോറ്റ അമ്പി എന്ന് വേണമെങ്കിൽ പറയണം. അത് ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് പറയുകയൊക്കെ വരുമെന്നൊക്കെയാണ് സർവേകളിൽ പറഞ്ഞിരുന്നത്. പക്ഷേ 200-ലേറെ സീറ്റുകളുമായിട്ട് അവിടെ 288 സീറ്റുകളാണ് നിയമസഭയിലുള്ളത് മഹാരാഷ്ട്രയിൽ. അതിൽ 200-ലേറെ സീറ്റുകൾ നേടി BJP സഖ്യം, ഷിൻഡെ ഒപ്പം തന്നെ അജിത് പവാർ അടക്കമടങ്ങുന്ന ഭരിച്ചുകൊണ്ടിരിക്കുന്ന സഖ്യം വൻ വിജയം നേടിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടുമ്പോൾ പ്രിയങ്കയുടെ വിജയം ഒരു ആശ്വാസ വിജയമായി ചൂണ്ടിക്കാണിക്കാനാവും. ഒപ്പം ആകെ ആശ്വസിക്കാൻ പറ്റുന്നത് ജാർഖണ്ഡിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൊതുവെ പറഞ്ഞിരുന്നത് BJP സഖ്യത്തിനാണ് കൂടുതൽ സാധ്യത എന്നാണ് എക്സിറ്റ് പോളുകൾ പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് വിപരീതമായി അവിടുത്തെ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അടങ്ങുന്ന സഖ്യം, ഇന്ത്യ സഖ്യം, അവിടെ വൻ ഭൂരിപക്ഷത്തിന് അധികാരത്തിലെത്തിയിരിക്കുന്നു. മഹാരാഷ്ട്ര പോയി ജാർഖണ്ഡ് പിടിച്ചു. അത് സ്വാഭാവികമായിട്ടൊരു ആശ്വാസം തന്നെയാണ്. പക്ഷേ മഹാരാഷ്ട്രയെപ്പോലെ ഇന്ത്യയുടെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനം ഒരുപക്ഷെ തിരിച്ചു പിടിക്കും. ലോക്സഭയിൽ വലിയ നേട്ടമുണ്ടാക്കിയതാണ് കോൺഗ്രസ് സഖ്യം, ഇന്ത്യ സഖ്യം. ഇവിടെ അതിൻ്റെ തിരിച്ചടി വന്നിരിക്കുന്നു. മധുര പ്രതികാരമായിട്ട് അവിടെ BJP അതിശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. 120-ലേറെ സീറ്റ് BJPക്ക് മാത്രമായി ലഭിക്കുന്നു. ഭൂരിപക്ഷം വേണ്ടത് 145 സീറ്റാണ് അവിടെ ഭൂരിപക്ഷത്തിന് വേണ്ടത്. എന്തായാലും ദേവേന്ദ്ര ഫട്നാവിസ് BJPയുടെ നേതാവായിരിക്കും അവിടെ മുഖ്യമന്ത്രി എന്നാണ് അറിയുന്നത്. അധികം നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു. പിന്നീട് ഇപ്പോൾ ഏക്നാഥ് ഷിൻഡെയാണ് ശിവസേനയുടെ അവിടെ നേതാവായിട്ടിരിക്കുന്നത്. അവിടെ വലിയൊരു ക്ഷീണം ഉണ്ടായിരിക്കുന്നത് ശരത് പവാറിനും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറേക്കുമാണ്. ഉദ്ധവ് താക്കറെ പ്രശസ്തനായ നേതാവ് ബാൽ താക്കറെയുടെ ശിവസേനയുടെ ഫൗണ്ടറുടെ മകനാണ്. ഉദ്ധവ് താക്കറയുടെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ക്ഷീണം സംഭവിച്ചിരിക്കുന്നു ശിവസേന തമ്മിലുള്ള അടിയിൽ. കാരണം മറുഭാഗത്തുള്ള ശിവസേനയുടെ ഷിൻഡെ വിഭാഗത്തിന് നേട്ടമുണ്ടായിരിക്കുന്നു. അവർ വീണ്ടും അധികാരത്തിൽ വരുന്നു. ഒപ്പം തന്നെ പിളർന്നു പോയിട്ടുള്ള ശരത് പവാറിൽ നിന്ന് പിളർന്നു പോയ അജിത് പവാറിന് അവർക്ക് അല്പം ക്ഷീണമൊക്കെ സംഭവിച്ചെങ്കിലും അവരും ഭരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പോൾ ശരത് പവാർ, ഉദ്ധവ് താക്കറെ, കോൺഗ്രസ് സഖ്യം രണ്ടാമതും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചതിന് ശേഷമാണ് അവരിൽ നിന്ന് പിളർത്തി BJP പുതിയ സഖ്യമുണ്ടാക്കിയത്. BJP അന്ന് നടത്തിയ തന്ത്രപരമായ നീക്കത്തിന് വീണ്ടും ഒരു ഗുണം കിട്ടിയിരിക്കുന്നു. അവർ വീണ്ടും അധികാരത്തിലെത്തുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. എന്ന് മാത്രമല്ല, ജാർഖണ്ഡിൽ അവിടെ ഉയർത്തിയ പല പ്രശ്നങ്ങളും BJP ബംഗ്ലാദേശി പ്രശ്നമൊക്കെ ബംഗ്ലാദേശികൾ മുഴുവൻ ചേക്കേറുന്നു ജാർഖണ്ഡിലേക്ക് എന്നുള്ള ആരോപണം ഉയർത്തിയിരുന്നു. പക്ഷേ അത് അവിടുത്തെ ആദിവാസി മേഖലയിൽ ഏശിയില്ല. അവിടുത്തെ ജാർഖണ്ഡ് മേഖലയിലെ ആദിവാസി പാർട്ടി ആയിട്ടുള്ള മറ്റേ ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും ഒക്കെ തന്നെ അവിടെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അതുപോലെ മഹാരാഷ്ട്രയിലെ വിജയത്തെ നോക്കുമ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏറ്റവും ചിട്ടയായ ഒരു പ്രചരണമാണ് BJPയും സഖ്യകക്ഷികളും നടത്തിയത്. മറാത്ത മേഖലയിൽ കോൺഗ്രസ് സഖ്യം നേടുമെന്ന് കണ്ട സ്ഥലത്തൊക്കെ മറാത്ത സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നു. അത് വെസ്റ്റേൺ ആയിട്ടുള്ള മഹാരാഷ്ട്ര, പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ, വിദർഭയിൽ, മറാത്ത്വാഡയിലൊക്കെ വലിയ രീതിയിലുള്ള ഗ്രാസ് റൂട്ട് ലെവൽ താഴേക്കടയിലുള്ള പ്രവർത്തനം നടത്തിയാണ് അവർ വിജയിച്ചു വന്നത്. ആ തരത്തിലുള്ള പ്രവർത്തനം പ്രതിപക്ഷ സഖ്യമായ കോൺഗ്രസിൻ്റെ സഖ്യത്തിന്, ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞില്ല എന്നുകൂടി ഈ തോൽവിയുടെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എന്തായാലും
നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ BJPക്കും അവരുടെ സഖ്യകക്ഷികൾക്കും മഹാരാഷ്ട്ര പിടിച്ചെടുത്തതിൽ അഭിമാനിക്കാം. അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ തന്നെയാണ് പ്രചരണത്തിൻ്റെ ഫേസായിട്ട് നിന്നത്. പ്രധാനമന്ത്രി ഒരുപാട് യോഗങ്ങളിൽ പങ്കെടുത്തില്ല, ലോക്കൽ ലീഡേഴ്സിനെയാണ് കൂടുതൽ രംഗത്തിറക്കിയത്. പക്ഷേ പ്രധാനമന്ത്രി വന്ന അവസാന യോഗങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഒരു വർഗീയ ധ്രുവീകരണമൊക്കെ ഉണ്ടാക്കാവുന്ന രീതിയിൽ അതിശക്തമായിട്ടുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിരുന്നു. ഔറംഗാബാദ് എന്ന സ്ഥലം ഔറംഗസീബിൻ്റെ സ്ഥലമാണ്. അതിൻ്റെ പേര് മാറ്റാൻ കോൺഗ്രസ് ശ്രമിച്ചില്ല. കോൺഗ്രസ് ഔറംഗസീബിൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഛത്രപതി ശിവജിയുടെ ഒരു മഹാത്മ്യത്തെക്കുറിച്ച് വ്യക്തമായ ഭാഷയിൽ ഒരു മഹാരാഷ്ട്രീയൻ്റെ വികാരമുണർത്തുന്ന ഭാഷയിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. ഇവിടെ ഉദ്ധവ് താക്കറെ അടക്കമുള്ളവരൊക്കെ മറാത്തവാദികൾ അല്ലെങ്കിൽ മറാത്ത സംസ്ഥാനത്ത് ഗുജറാത്തികളെ കൊണ്ടുവരാനാണ് BJPയും നരേന്ദ്രമോദിയും അമിത്ഷായും ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണം ഉയർത്തിയെങ്കിലും അതൊന്നും മഹാരാഷ്ട്രയിൽ ഏശിയില്ല. BJPക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശ്വസിക്കാൻ വകയായി, കേരളത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിനും ആശ്വസിക്കാൻ വക നൽകുന്ന റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്.